ശ്രീ ഷാജി ജോസഫ്, അങ്ങനെ വരുമ്പോൾ ഈ രണ്ടിടത്തും ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആളുകൾ മത്സരിച്ചുവെങ്കിൽ അതിന് കൂടുതൽ ഊർജ്ജം ഉണ്ടാകുമായിരുന്നുവല്ലോ ഇന്ത്യ സഖ്യത്തിന്. ഇതിപ്പോൾ മടിച്ച് മത്സരിക്കുന്ന പോലെ ആയില്ലേ റായ്ബറേലിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ്? ഇന്ത്യ സഖ്യത്തിന് എന്ത് ഉണർവ് ഇതിലൂടെ കിട്ടുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? മഞ്ജുഷേ, ഈ റായ്ബറേലിയെയും അമേഠിയെയും കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചരിത്രപരമായി അറിയേണ്ടതുണ്ട്. 1977 പരാജയത്തിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നത് വീണ്ടും അമേഠിയിലും പിന്നീട് ആന്ധ്രാപ്രദേശിലെ മേഡക്കിലുമാണ്. അവിടെ മത്സരിച്ച് ജയിച്ച ഇന്ദിരാഗാന്ധി അമേഠി വിട്ടു, മേഡക് നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ പുറകിൽ ആ സമയത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർ ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് എന്റെ കുടുംബമാണെന്ന് പറഞ്ഞു. അതെ, അദ്ദേഹത്തിന്റെ കുടുംബമാണ്, കാരണം ഹി റിപ്രസെന്റ്സ് വയനാട്. അതിലെന്താണ് മാറ്റം ഇരിക്കുന്നത്? പക്ഷെ പ്രശ്നം എന്താണെന്നറിയുമോ? നമ്മൾ ഈ പറയുന്നതിനെയൊക്കെ അതേ വാക്കുകളുടെ മുഴുവൻ അർത്ഥത്തിൽ മാത്രം ഗ്രഹിക്കുന്നു. അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട് എന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോകുൽ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ സെൽഫ് ഗോൾ അടിച്ചെന്ന്. ഗോകുൽ ആദ്യം അറിയേണ്ടത്, ഗോകുലിന് എന്നെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ മേലെന്ന് എനിക്ക് ഗോകുലിന്റെ ആദ്യത്തെ പ്രസ്താവന കേട്ടപ്പോഴേ മനസ്സിലായി. ഗോകുലെ, ഞാൻ ഗോൾ പോസ്റ്റ് ഇല്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ സെൽഫ് ഗോളും അടിക്കാറില്ല, മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയും ഗോൾ അടിക്കാറില്ല. അത്രയും മാത്രമേ ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത്, അസന്നിഗ്ധമായി കോൺഗ്രസിന്റെ പിൻഗാമി മറ്റാരുമല്ല, എത്ര പ്രാവശ്യം പരാജയപ്പെട്ടാലും അത് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി ഈ രാജ്യത്തോട് വിളിച്ചു. പക്ഷെ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് എന്ത് ഗുണമാണുള്ളത്? കോൺഗ്രസിന്റെ പിൻഗാമി ആരാണ് എന്നുള്ള കാര്യം ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രശ്നമേ അല്ലല്ലോ. അവിടെ സമാജ്വാദി പാർട്ടിയാണ് കോൺഗ്രസിനേക്കാൾ ബലവത്തായ പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ ഉത്തർപ്രദേശിൽ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ട് സഖ്യത്തിന് പ്രത്യേകിച്ച് എന്ത് ഗുണമാണുള്ളത്? രാഹുൽ ഗാന്ധിയെ സഖ്യം തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. നിങ്ങൾ മനസ്സിലാക്കണം, BJP വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ട് BJPയെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. എന്നാൽ ഈ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായ പല സംഭവങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പുറകിലെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു പള്ളി പണിയുമ്പോൾ അതിനുള്ളിൽ ഒരു കുരിശുപള്ളിയും കൂടെ പണിയാനുള്ള അവരുടെ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി രാഹുൽ ഗാന്ധിയെ അനൗൺസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല എങ്കിൽ ഈ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അസന്നിഗ്ധനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണെന്നും ഈ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമില്ല, ഗാന്ധി കുടുംബത്തിന് സംശയമില്ല എന്നാണ് അവർ കൊടുക്കുന്ന സന്ദേശം. ആ രാഷ്ട്രീയമാണ് മനസ്സിലാക്കേണ്ടത്. ഗാന്ധി കുടുംബത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ സംഘടനാ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ ഗാന്ധി കുടുംബത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒന്നിലധികം അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കോൺഗ്രസിനറിയാം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ പ്രിയങ്കയെയും രാഹുലിനെയും നേരിട്ടും അല്ലാതെയും സ്വാധീനിക്കാൻ കഴിവുള്ള പല നേതാക്കളും ചേർന്ന് കോൺഗ്രസിനുള്ളിൽ ഒരു പവർ പൊളിറ്റിക്സ്, അധികാര വടംവലി ഉണ്ടാക്കുമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അസന്നിഗ്ധമായി സോണിയാഗാന്ധിയുടെ തീരുമാനം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കട്ടെ എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്നത് ഒരു സാധാരണക്കാരനാണെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, KL ശർമ്മ എന്ന് പറയുന്നത് ആരാണ്? പുറകോട്ട് ചിന്തിക്കുമ്പോൾ
ക്യാപ്റ്റൻ സതീഷ് ശർമ്മ മുതൽ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ക്യാപ്റ്റൻ സതീഷ് ശർമ്മ മുതൽ ഇങ്ങോട്ട് മത്സരിക്കുമ്പോൾ എല്ലാ മത്സരങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കുകയും അതിന് വേണ്ട വളവും എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് അമേഠി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ പല പ്രാവശ്യം കവർ ചെയ്തിട്ടുള്ളതാണ് അമേഠി. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നെടുനീളെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളാണ് KL ശർമ്മ. അദ്ദേഹം ലുധിയാനയിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിന്റ് അല്ല. കാരണം BJPയുടെ കാൻഡിഡേറ്റും ഒരു ഔട്ട്സൈഡറാണ്. അങ്ങനെ ഒരു ഔട്ട്സൈഡർ എന്ന് പേര് വിളിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, പക്ഷെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്മൃതി ഇറാനി അമേഠിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു സംശയവുമില്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റുകളിൽ വിള്ളൽ വീഴ്ത്തണമെന്നുള്ള കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന ഒരൊറ്റ നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷം സ്മൃതി ഇറാനിയെ അവിടെ MP ആക്കി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സ്വാധീനത്തിൽ നിന്ന് അമേഠിയെ വലിച്ചു പിടിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് പോലും ഒരു കാര്യം അറിയാം, അമേഠിയിൽ ശക്തമായ മത്സരം കൊണ്ടുവരണമെന്ന്. ഇത്രയും നാളും അവിടെ നടന്ന മത്സരങ്ങളൊക്കെ ഒരു റിഫ്ലക്റ്റീവ് പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മത്സരിക്കുന്നു, അവിടുത്തെ ലോക്കൽ കോൺഗ്രസുകാർ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്താണ്? അത് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയിരുന്നു അവിടെ പരാജയം ഉണ്ടാകുമെന്ന്. അതിന്റെ കാരണം 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയോട് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പോലും കുറെ അകലം പാലിച്ചു. അതിന്റെ കാരണം പ്രാദേശികമാണ്. എന്നാൽ KL ശർമ്മയുടെ നേതൃത്വത്തിൽ പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകത്തെ ശക്തമാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ ഒരു ശക്തി, കോൺഗ്രസ് വീണ്ടെടുത്തിരിക്കുന്ന ഒരു ശക്തി അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് പ്രാദേശിക നേതാക്കളെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് KL ശർമ്മയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്. ശരി ശരി ശ്രീ എന്നാൽ റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം ശരി ശരി ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ